മഴയൊക്കെയല്ലേ സാരിയെ കൊടുത്ത് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞത് കയറി ചെന്നതോ ദേ പുലിമടയിലോട്ട് കേട്ടോ. ഇതങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞല്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാടം, പറമ്പ്, താമരക്കുളം, അതുപോലെ പാലം, തോട്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വേറെ എവിടെയല്ലേ, നമ്മുടെ പാലക്കാട് കല്ലേക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ റോഡാണ് കേട്ടോ. ഇത് പുതുതായി പുതുക്കി പണിത പാലാണ്. അതുകൊണ്ട് അപ്പുറം ഇപ്പുറം വലിയ വണ്ടികൾ വരാതിരിക്കാൻ മണ്ണിങ്ങനെ പൊക്കത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. പക്ഷേ 2 വീലർ മാത്രം ഈ വഴി പോകുന്നുണ്ട്. ഓഗസ്റ്റ് 15-നാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ്. ഒരു രക്ഷയില്ല, നല്ല രസമാണ്. അതേ ആ കാണുന്ന കേട്ടോ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാലും നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പാലം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് എന്ന്. ശരിക്കും നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. കാരണം വേറെ പൈസ ഒന്നും കൊടുക്കണ്ട നമുക്ക് ഷൂട്ട് ചെയ്യാൻ. കാരണം അത്രയും ഭംഗിയാണ്. കാരണം ഓരോരത്തന്നെ തോടിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ കുറച്ച് വീതിയുള്ള റോഡാണ്. പിന്നെ ഈ രണ്ടറ്റത്തും അപ്പുറം ഇപ്പുറം ഇങ്ങനെ പാലം പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പുറത്തൊരു താമരക്കുളം ഉണ്ട്, പക്ഷെ അതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതേ ഇവിടെ ഒരു അച്ഛൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ മീൻ. പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതിനിടയിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റേനെ അബാക്കസിന് വിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ 5 to 6 വരെയാണ്. അപ്പോൾ 1.5 മണിക്കൂർ നമുക്ക് നീണ്ടു നിവർന്നിങ്ങനെ സമയം കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ അത് അങ്ങോട്ട് സെറ്റായില്ല ഗൈസ്. ഡാൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. അച്ഛൻ കുറേ നേരമായി, പക്ഷെ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരമായി ചൂണ്ടയിടുന്നുണ്ട്. എനിക്ക് ആ ചൂണ്ടയൊന്ന് പിടിക്കാൻ തരാം അച്ഛാന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. കുറേ നേരെ ഈ 2 പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതേ നമ്മുടെ പട്ടിസാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനും അഖിലക്കുട്ടിയും കൂടെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ ചെയ്തിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് പോയത്. നേരെ പിന്നെ കുഞ്ഞാറ്റിനെ വിളിക്കാൻ പോയി. അപ്പോഴേക്ക് കുറച്ച് ഇരുട്ടായിട്ടോ, 6:30 ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുക്കുകയും ചെയ്തു. അപ്പോൾ അതേ നമ്മുടെ കല്ലേക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് തന്നെയുള്ള ചായക്കടി കയറിയിട്ട് നല്ല ചൂടുള്ള 2 കാപ്പിയും പിന്നെ മുളക് ബജിയും പിന്നെ ബോണ്ടയും വാഴയ്ക്ക ബജിയും അങ്ങനെയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാട്ടോ പോയത്. ഈ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഡയറ്റാണെന്ന് പറഞ്ഞ് മിസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? പറ്റില്ല. ഇവിടെ എല്ലാ കടികളും ചായയും കാപ്പിയും അതുപോലെ ദോശയും ഓംലേറ്റും അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. ഈ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ. ഒരു ചേച്ചിയും ഏട്ടനും കൂടെ കേട്ടോ അത് നടത്തുന്നത്. അപ്പോഴേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുഞ്ഞുമണീനെ വിളിക്കാൻ പോയി. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ള ഗൈസ്. ടാറ്റാ ബൈ, സീ യു.